കുരീപ്പുഴ സാർ അങ്ങൊരു കവിയാണ്. അങ്ങേക്ക് വിമർശനം നടത്താനും എല്ലാം അവകാശങ്ങളുണ്ട്. എങ്കിലും ഞാൻ അങ്ങയോടൊരു കാര്യം ചോദിക്കുകയാണ്. ഭഗവത്ഗീത യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അത് വായിക്കരുത് എന്ന് പറയുവാൻ അങ്ങേക്ക് ആരാണ് അധികാരം നൽകിയത്? വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വായിക്കാം, വായിക്കാതിരിക്കുക. അങ്ങേക്ക് വായിക്കാൻ ഇഷ്ടമില്ല എങ്കിൽ വായിക്കണ്ട. ഭഗവത്ഗീത ഒരിക്കലും യുദ്ധത്തിന് പ്രേരണ നൽകുന്ന ഗ്രന്ഥമല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആരാധിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതായത് മഹാഭാരതത്തിൽ നിന്നും കടഞ്ഞെടുത്ത രത്നഭാഗങ്ങളാണ് 18 അധ്യായങ്ങൾ ആയിട്ട് 700 ശ്ലോകങ്ങളായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിയും തെറ്റും അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങളാണ് എനിക്കിത് അഭിപ്രായം പറയേണ്ടി വന്നത്. അങ്ങ് പറഞ്ഞത് അനേക പ്രാവശ്യം അങ്ങ് വർഷങ്ങളോളം ഭഗവത്ഗീത വായിച്ചു എന്ന്, അത് അമ്മയുടെ നിർബന്ധപ്രകാരമാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ ഇത് ഉറപ്പിച്ചു പറയാം, അങ്ങ് ഭഗവത്ഗീത വായിച്ചു എന്ന് എനിക്ക് ഒട്ടും വിശ്വാസം വരുന്നില്ല. കാരണം ഭഗവത്ഗീത വായിച്ച ഒരാൾ ഇങ്ങനെ പറയില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഭഗവത്ഗീത വായിച്ചവരോ അല്ലെങ്കിൽ രാമായണം വായിച്ചവരോ എന്ത് ആക്രമണങ്ങളായിട്ട് നടക്കുന്നതായിട്ടാണ് അങ്ങേക്ക് അറിയുന്നത്? ഭഗവത്ഗീത സമാധാനത്തിന്റെ മതമാണ്. അവിടുത്തെ യുദ്ധം വരുന്നത് അധർമ്മത്തിനെതിരെ. എവിടെ അധർമ്മം വന്നു കഴിഞ്ഞാലും അതിനെതിരെ ധർമ്മം പുലർത്തേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ അവിടെ യുദ്ധം വരേണ്ടി വരും. നമുക്കറിയാം, നമ്മുടെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ ആക്രമണം നടന്നപ്പോൾ നമ്മൾ അവിടെ അകത്ത് കയറി അവരുടെ വിമാനത്താവളങ്ങളും എല്ലാം നമ്മൾ അകത്ത് കയറി തകർത്തു. എന്തു വേണ്ടിയാണ്? അവിടെ സമാധാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? പക്ഷേ നമ്മൾ ഇങ്ങനെ ഏകപക്ഷീയമായി മതഗ്രന്ഥങ്ങളെ ലോകം മൊത്തം ആരാധിക്കുന്ന ഭഗവത്ഗീതയൊക്കെ ആവശ്യമില്ലാതെ വലിച്ചെടുക്കുന്നത് ഒട്ടും ശരിയായില്ല. അങ്ങൊരു കവിയാണ്, അങ്ങയുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ എല്ലാം ഞാൻ മാനിക്കുകയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന പ്രസ്താവനകൾ മറ്റുള്ളവർക്ക്, ബാക്കിയുള്ള വ്യക്തിപരമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ വിമർശിക്കാം. വിമർശനമെല്ലാം എഴുത്തുകാരന്റെ അവകാശമാണ്. എന്നാലും മതഗ്രന്ഥങ്ങളെ നമ്മൾ എടുത്തു പറഞ്ഞ് വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭഗവത്ഗീത ഇതാണ് വർണ്ണവ്യവസ്ഥയാണ്. വർണ്ണവ്യവസ്ഥ എന്താണെന്ന് അങ്ങേക്ക് അറിയാമോ? അതെന്ന് പറയുന്നത് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ബ്രഹ്മത്തെ അറിഞ്ഞവൻ. അവിടെ ജാതി ഒരു ബന്ധവുമല്ല. അത് ജാതിയല്ല. ക്ഷത്രിയൻ ഭരിക്കുന്നവനോ അല്ലെങ്കിൽ സൈനിക നിൽക്കുന്നവനോ ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ അത് ജാതിയല്ല. അവന് ഒരിക്കലും ജാതിയല്ല. ആ കർമ്മം ചെയ്യുന്ന ആരായാലും അതാണ്. അങ്ങ് പറഞ്ഞല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ ലോകത്ത് ഭഗവത്ഗീത വായിച്ചിട്ടാണോ ലോകരാജ്യങ്ങളിലെല്ലാം അടിമ കച്ചവടം, മനുഷ്യനെ കാളച്ചന്തകളിൽ അടിമകളാക്കി കൊണ്ടുവന്ന് വിറ്റിരുന്ന എത്രയോ കാലഘട്ടം, എത്രയോ നൂറ്റാണ്ട് മനുഷ്യനെ കാളച്ചന്തകളിലിട്ട് ലേലം വിളിച്ചു വിറ്റത് അത് ഭഗവത്ഗീത വായിച്ചിട്ടാണോ? അപ്പോ നമ്മള് ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കി ഓരോ ഭരണാധികാരികൾ ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയത് ഭഗവത്ഗീത. അഡോൾഫ് ഹിറ്റ്ലർ, ജോസഫ് സ്റ്റാലിൻ, ബെനിറ്റോ മുസോളിനി ലക്ഷക്കണക്കിന് പേരെയാണ് കൊന്നൊടുക്കിയത്. അവരുടെ സാമ്രാജ്യത്തെ അവർ നിലനിർത്തുവാൻ വേണ്ടി അവർ ഏതെങ്കിലും ഭഗവത്ഗീത വായിച്ചിട്ടാണോ അത് ചെയ്തത്? അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും സമാധാനപൂർണമായി ഇന്ന് കഴിയുന്ന ഒരു രാജ്യം എന്നത് ഭാരതമാണ്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യമാണ്. ഇത്രയും സമാധാനപരമായിട്ട് ലോകത്തൊരു രാഷ്ട്രവും കഴിയുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ വായിക്കുന്ന ഭഗവത്ഗീതയും രാമായണവും ഒക്കെയാണ്. ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന, അല്ലാത്തവൻ അതിനെ നിഷേധിക്കുന്നവൻ അവൻ ഹിന്ദുവേ അല്ലെന്ന് പറയാം. ഞാനൊരു ഹിന്ദുമത വിശ്വാസിയെ, പക്ഷെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. മതഗ്രന്ഥങ്ങളെ എടുത്തു പറയുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് നമ്മൾ പറയുന്നത്. മതഗ്രന്ഥങ്ങൾ വായിച്ചിരുന്നു, അല്ലെങ്കിൽ ഭഗവത്ഗീതയെ പോയിട്ടുള്ള സമുന്നത കോടാനുകോടി ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഭഗവത്ഗീതയെ വളരെ ഇതായിട്ട് വേണു യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നു. ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ അക്രമകാരികളായി മാറും, അല്ലെങ്കിൽ ഭഗവത്ഗീതയാണ് ഇല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകുക, ഇവിടെ ഒരു യുദ്ധമേ ഉണ്ടാകുമല്ലോ. ഇങ്ങനെയുള്ള വളരെ ബാലിശമായ ബാധ്യതകൾ അങ്ങയെപ്പോലുള്ള ഒരു കവി, കുരീപ്പുഴ സാറിനെ പോലുള്ള ഒരു കവി സാറിനോടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, സാറ് ഇതൊരിക്കലും ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒരിക്കലും നന്നല്ല.
അല്ല. ആരുടെ കയ്യടി കിട്ടാനായാലും ശരി, ഒരു മതഗ്രന്ഥ വിമർശനം നമുക്ക് ഉന്നയിക്കാം, രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാം, സംഘടനകളെ വിമർശിക്കാം. അത് എഴുത്തുകാരന്റെ അവകാശമാണ്. എഴുത്തുകാരന്റെ അവകാശം എന്ന് പറയുമ്പോൾ ഈ എല്ലാം എന്റെ അവകാശം എന്ന് പറഞ്ഞാൽ, റോഡിലൂടെ നടക്കാൻ എനിക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട റോഡിലൂടെ ഞാൻ നടക്കൂ എന്ന് പറഞ്ഞാൽ അതെന്റെ അവകാശമല്ല. എനിക്ക് വാഹനം ഓട്ടിക്കാൻ അവകാശമുണ്ടെങ്കിൽ മറ്റുള്ളവരും വാഹനം ഓട്ടിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ നമ്മുടെ വികാരങ്ങൾ എനിക്കൊരു വികാരമുണ്ടെങ്കിൽ എനിക്കതിനെ നിഷേധിക്കാൻ ഇതുണ്ടെങ്കിൽ മറ്റുള്ളവൻ ആരാധിക്കാനുള്ള അവകാശവുമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ നിഷേധിക്കരുത്. അപ്പൊ നമ്മൾ വാക്കുകളും പ്രവൃത്തികളും രണ്ടായിട്ട് കൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന ഇത്തരം പ്രസ്താവനകൾ അങ്ങേ പോലുള്ള കവിയിൽ നിന്ന് ഉണ്ടാകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.